ഹലോ, വെൽക്കം ടു ബി ആർ ദി എക്സ്പ്ലോറർ. ഇതാണ് എൻ്റെ ബ്യൂട്ടിഫുൾ ഫ്രണ്ട് ഷൂട്ടിംഗ്. അവളും ഞാനും ഒന്നിച്ച് കഴിഞ്ഞാൽ അന്ന് ഫുഡ് അടിയാണ് പ്രധാന പരിപാടി. ഞങ്ങൾ സിറ്റി സെൻറ്ററിൽ വെച്ച് മീറ്റ് ചെയ്തിട്ട് നടന്ന് ഗ്രാഫ്റ്റൺ സ്ട്രീറ്റ് വരെ എത്തിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗ്രാഫ്റ്റൺ സ്ട്രീറ്റിലെ ഒരു റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്ത് ഞങ്ങൾ നേരത്തെ ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ പോയപ്പോൾ നമ്മുടെ മെക്സിക്കൻ ഫുഡായ ബുരിത്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതുപോലൊരു ബുരിത്തോ കഴിക്കണമെന്നുള്ള ആഗ്രഹമായിട്ടാണ് ഞങ്ങളിന്ന് ഗ്രാഫ്റ്റൺ സ്ട്രീറ്റിൻ്റെ ഏരിയയിലുള്ള പാബ്ലോ പിക്കാന്തെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ വന്നത്. നല്ല ക്യൂട്ടായിട്ടൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഒരു ബുരിത്തോ ആയിരുന്നു ഓർഡർ ചെയ്തത്. കാരണം ഈ ബുരിത്തോ എന്ന് പറയുന്നത് വളരെ ഹെവി ആയിട്ടൊരു ഫുഡ് ഐറ്റമാണ്. അതായത് നമ്മുടെ ടോർട്ടിയ റാപ്പിൽ അവരുടെ ഫ്ലേവേർഡ് റൈസും പിന്നെ നമ്മൾ പറയുന്ന മീറ്റ് ഏതാണെന്ന് വെച്ചാൽ അതും വെജിറ്റബിൾസും നമുക്ക് ആവശ്യമുള്ള സോസും ഒക്കെ ആയിട്ട് റോൾ ചെയ്ത് ഷവർമ പോലെ ആക്കി തരുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. അതിന് രണ്ടായിട്ട് കട്ട് ചെയ്താൽ പോലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാനുള്ള അത്ര ആവശ്യമായ ക്വാണ്ടിറ്റി സാധനങ്ങൾ അതിലുണ്ട്. എന്തായാലും അങ്ങനെ ഞങ്ങൾ ബുരിത്തോ വാങ്ങി. സൈസൊക്കെ കണ്ട് വാങ്ങി കഴിച്ചു നോക്കിയപ്പോഴാണ് ആ നഗ്നസത്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇതൊരു പ്രത്യേകതരം ഒരു ഫ്ലേവറും ഇല്ലാത്തൊരു വിചിത്രമായ ബുരിത്തോ ആയിരുന്നു. ഞങ്ങൾ പിന്നെ എങ്ങനെയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ അത് കഴിച്ചു. പിന്നെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാൻസും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഈ ഡബ്ലിൻ കാസിലിൻ്റെ ഏരിയയുടെ അടുത്തെത്തി. അതിൻ്റെ ബിഹൈൻഡിലായിട്ട് ഒരു മ്യൂസിയം ഉണ്ട്, ചെസ്റ്റർ ബീറ്റി മ്യൂസിയം. അവിടെ ഞാൻ നേരത്തെ പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഡബ്ലിൻ കാസിലും ഈ മ്യൂസിയം ഒക്കെ വിസിറ്റ് ചെയ്യുന്നൊരു ലോങ് വീഡിയോ ആയിട്ടൊരു വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഷൂട്ടിങ്ങിന് ഞങ്ങളുടെ ഇവിടെ വരാൻ പറ്റിയില്ലായിരുന്നു. എന്തായാലും ഇന്ന് ഞങ്ങൾ ആ മ്യൂസിയം അത്യാവശ്യമൊക്കെ നടന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പോട്ടിലേക്കായിരുന്നു. ഇന്ന് കുറച്ച് വിസിറ്റേഴ്സൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോർമലി അവിടെ വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാംസും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോയേക്കാമെന്ന് കരുതി. കാരണം ഞങ്ങൾ ഓൾറെഡി നടന്ന് ടയേർഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സീ യു ഓൺ അനദർ വീഡിയോ. ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.